ബാറുകളുടെ സമയമാറ്റത്തിൽ വിമർശനവും വിവാദവും മുറുകുകയാണ്. എന്നാൽ ഈ വിവാദങ്ങൾ തുടങ്ങും മുൻപേ തന്റെ നാട്ടിലെ ബാറുകൾക്കെതിരെ പ്രതിഷേധത്തിലാണ് തൃശൂർ ചേലക്കര സ്വദേശി ജോണി ഐസക്. ഒരു സർക്കാർ മദ്യവിൽപ്പന കേന്ദ്രം പോലും ഇല്ലാത്തതിലാണ് ജോണിയുടെ പ്രതിഷേധം. ഇക്കാര്യം സൂചിപ്പിച്ച് പുതുയുഗ യാത്രയുടെ ഭാഗമായി ചേലക്കരയിലെത്തിയ പ്രതിപക്ഷ നേതാവിനെ കണ്ട് നേരിട്ട് പരാതിയും അറിയിച്ചു ജോണി ഐസക്. സംസ്ഥാനത്ത് ഭരണമാറ്റം കൊതിക്കുന്ന UDF പ്രവർത്തകരെ പോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചേലക്കര ചാക്കപ്പൻപടി സ്വദേശി ജോണി ഐസക്കും. കാലങ്ങളായി ഉന്നയിക്കുന്ന പരാതിക്ക് പരിഹാരം കാണാൻ സർക്കാർ മാറണമെന്നാണ് ജോണിയുടെ പക്ഷം. താനടക്കം നിരവധി പേർ നേരിടുന്ന പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ വേണ്ടിയാണ് പുതുയുഗ യാത്രയ്ക്കായി ജോണി ക്ഷമയോടെ കാത്തിരുന്നത്. ചേലക്കരയിൽ യാത്ര എത്തിയപ്പോൾ പ്രസംഗം പൂർത്തീകരിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ജോണി തന്റെ പരാതിയും അറിയിച്ചു. 9 ബാറുകൾ ചേലക്കരയിലുണ്ട്. എന്നാൽ ഒരു സർക്കാർ മദ്യവിൽപ്പന കേന്ദ്രം പോലും മണ്ഡലത്തിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നാണ് ജോണിയുടെ പരാതി. ഞങ്ങൾ പാവങ്ങളുടെ സർക്കാരാന്ന് പറയുന്നുണ്ട്. ഇപ്പം 500 രൂപ കൂട്ടിയിട്ടുണ്ട്. ഏത് മറ്റേ പെൻഷന് ഇത് എല്ലാം കൊടുത്ത് ഇപ്പുറത്തോടെ കൊന്നിട്ടല്ലേ ഇവർ ചെയ്യണേ. അതിനൊന്നും ഒരു മറുപടി പറയാനോ ഈ കലക്കവെള്ളം ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കണോ? ഇത് ഒരു ബിവറേജ് ചേലക്കരയിൽ വരാൻ ഇവർ സമ്മതിക്കില്ല. അതിൻ്റെ ഇടയ്ക്കിടെ ഇവർ പോയെന്ന് പൈസ മേടിക്കും. എന്ത് പറഞ്ഞാലും ഇവർ സമ്മതിക്കുകയില്ല, ചെയ്യുകയില്ല, കൊണ്ടുവരില്ല. ചേലക്കരയിലും ഒരു ബെവറേജസ് ഔട്ട്ലെറ്റ് വേണമെന്നത് തന്റെ മാത്രം ആഗ്രഹമല്ലെന്നാണ് ജോണിയുടെ പക്ഷം. ഇക്കാര്യം ഉന്നയിച്ച് പലരോടും മുൻപും പരാതി അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പരിഹാരം ഉണ്ടാവാത്തതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ കാത്തിരുന്നതെന്നും ജോണി പറയുന്നു. ഇവിടെ ചോദ്യോത്തരവേളയിൽ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പരാതി കൊടുത്തു. അവർ നേരിട്ട് പറഞ്ഞു. അവർ ലോകം മുഴുവൻ അത് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് ഇനി 100% ഉറപ്പ് ഇത് അടുത്ത ഭരണം കോൺഗ്രസിന് തന്നെയാണ്. അപ്പം അയാൾ വിചാരിച്ചാൽ നടക്കും. അത് നടക്കും. അത് ചേലക്കര കിട്ടും. 100% ചേലക്കര കിട്ടും. ഇത് ചെയ്ത് തന്നാൽ ഈ എല്ലാ കള്ളുകൂടിയന്മാരും അത് 100% ഉറപ്പാണ്. ചേലക്കരയിലെ ടാക്സി ഡ്രൈവർമാരായ സുഹൃത്തുക്കളാണ് ജോണിക്ക് പരാതി എഴുതി നൽകിയത്. UDF പ്രവർത്തകരുടെ സഹായത്തോടെ പരാതി VD സതീശന് കൈമാറുകയും ചെയ്തു. ഇനി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണം, UDF ഭരണത്തിലെത്തണം. അതോടെ തന്റെ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് ജോണിയുടെ വിശ്വാസം. തൃശൂർ ചേലക്കരയിൽ പുതുയുഗ യാത്ര വന്ന് കടന്നുപോയി. പ്രതിപക്ഷ നേതാവിന് ജോണി പരാതി നൽകുകയും ചെയ്തു. ഇനി ആ പരാതിയിൽ ഭരണം മാറി വരുമ്പോഴെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.